ഹായ് എല്ലാവർക്കും ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിനോട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഊട്ടിയിലോട്ടോ കൊടൈക്കനാലിലോട്ടോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിനി മെയ് 7-ാം തീയതി മുതൽ ഇ പാസ് നിർബന്ധമായിട്ടും കൊണ്ടുപോകണം എന്നാണ് പുതിയൊരു ഉത്തരവ് വന്നിരിക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവ് ഇറക്കിയത് മദ്രാസ് കോടതിയാണ്. അപ്പം ഇതിന്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് മെയ് 7 മുതൽ ജൂൺ 30-ാം തീയതി വരെയാണ് ഒരു ഇ പാസ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്നവരോ അല്ലെങ്കിൽ തമിഴ്നാടിന്റെ ബാക്കി സ്ഥലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കർണാടകയിൽ നിന്നോ ബാക്കി ഏത് സ്റ്റേറ്റിൽ നിന്ന് പോകുന്നവർക്കും ഈ ഒരു ഇ പാസ് നിർബന്ധമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഇ പാസിൽ നിന്ന് എക്സ്ക്ലൂഡ് ആവുന്നത് ഊട്ടിയിൽ തന്നെ അല്ലെങ്കിൽ നീലഗിരീസോ അല്ലെങ്കിൽ കൊടൈക്കനാൽ ഓർ ഡിണ്ടിക്കൽ ഭാഗത്ത് നിന്ന് വരുന്നവർക്കൊക്കെയാണ് ഈ ഒരു ഇ പാസ് ഇല്ലാതെ ഉള്ളിലോട്ട് പോകാൻ സാധിക്കുന്നത്. ബാക്കി എല്ലാവരും തന്നെ ഈ ഒരു ഇ പാസ് കൊണ്ടുപോകണം എന്നാണ് മദ്രാസ് കോടതി പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുന്നേ കൊറോണ സമയത്തായിട്ട് ഇ പാസ് എങ്ങനെ എടുക്കാന്നുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. കാരണം നിങ്ങൾക്കറിയാം കൊറോണ സമയത്ത് കൂടുതലും നമുക്ക് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിലോട്ട് പോകുന്ന സമയത്തൊക്കെ ഈ ഒരു ഇ പാസ് നിർബന്ധമായിരുന്നു. പ്രത്യേകിച്ച് തമിഴ്നാടോട്ട് ഈ ഒരു ഊട്ടിയിലോട്ടും കൊടൈക്കനാലോട്ടും ഒക്കെ പോകുന്നവർക്കൊക്കെ ഒരു ഇ പാസ് ആ സമയത്ത് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു എങ്ങനെ ഇ പാസ് എടുക്കാന്നുള്ളത്. ആ ഒരു വീഡിയോയുടെ താഴെയായിട്ട് കുറെ പേര് കമന്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. ആ ഒരു സെയിം സൈറ്റിലൂടെയാണോ പോയിട്ട് ഇ പാസ് എടുക്കേണ്ടത് ഓർ വേറെ ഏതെങ്കിലും പ്രൊസീജിയേഴ്സ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് കൂടെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ആ ഒരു വെബ്സൈറ്റ്, അതായത് ഈ ഇ പാസ് എടുക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇനിയും ഈ ഒരു തമിഴ്നാട് സർക്കാർ ലോഞ്ച് ചെയ്തിട്ടില്ല. ഒരു പ്രോപ്പർ ആയിട്ടുള്ള വെബ്സൈറ്റ് ഇനിയും അവർ ലോഞ്ച് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ പല സൈറ്റുകളിലും എനിക്ക് തോന്നുന്നു പല യൂട്യൂബേഴ്സും പല ബ്ലോഗുകളിലൊക്കെ ആയിട്ട് ചില വെബ്സൈറ്റുകളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് അല്ല എന്നാണ് ഞാനും കുറെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്താൽ മാത്രമേ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം തമിഴ്നാട് സർക്കാരോ അല്ലെങ്കിൽ ഡിണ്ടിക്കലിന്റെയോ അല്ലെങ്കിൽ നിങ്ങൾ നീൽഗിരീസിന്റെ ഒക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ ഉണ്ട് കേട്ടോ. അതിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കുക. എന്നാൽ മാത്രമായിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് ഏതിലൂടെയാണ് കയറി ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും എനിക്ക് ഈ അടുത്തായിട്ട് തന്നെ പുതിയ വെബ്സൈറ്റിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഇ പാസ് എന്തിനാണെന്നുള്ള കാര്യം പലർക്കും സംശയം ഉണ്ടാവും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ചൂടുകാലമായതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് സന്ദർശകര് ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുന്നുണ്ട്. കാരണം അവിടെയൊക്കെ തണുപ്പായതുകൊണ്ട് കുറച്ച് തണുപ്പുള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. കൂടുതലും ഈ ഒരു സമ്മർ സീസണിൽ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു തിരക്ക് നിയന്ത്രിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പുതിയൊരു നടപടി ഇവര് തമിഴ്നാട് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ കറക്റ്റ് ടൈമിംഗ് ഒന്നുകൂടെ പറയാം. അതായത് നമ്മുടെ മെയ് 7 മുതൽ ജൂൺ 30 വരെയാണ് ഈ ഒരു സമയം അവർ പറയുന്നത്. ഈ ഒരു സമയപരിധിക്കുള്ളിലാണ് നമ്മൾ സ്ഥിരം ഈ ഒരു ഇ പാസ് കൊണ്ട് അങ്ങോട്ട് പോകണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഇ പാസ് ഏത് സൈറ്റിലൂടെയാണ് കയറി നോക്കേണ്ടതെന്ന് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് പബ്ലിഷ് ചെയ്യുന്നത് ഈ ഒരു മെയ് 7-ന് കുറച്ചൊരു 2 ദിവസമൊക്കെ മുന്നേ ആയിട്ടായിരിക്കും ഒരു കാര്യം പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിലെ ആ ഒരു വീഡിയോയ്ക്ക് ഒന്ന് കമന്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണുന്നവരൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇനിയിപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ ഇതിനെക്കുറിച്ച് വരികയാണെങ്കിൽ ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഒഫീഷ്യൽ വെബ്സൈറ്റും ഇൻ കേസ് പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ പിൻ ചെയ്ത് വയ്ക്കാം. അതേപോലെ തന്നെ എങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ തനിയെ പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു എപ്പിസോഡിലായിട്ട് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.